വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വളരെ മികച്ച രീതിയിൽ തന്നെ NDA 34 ഇടങ്ങളിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 20 ഡിവിഷനുകളിലാണ് LDF ലീഡ് ചെയ്യുന്നത്. ഒപ്പം 16 ഇടങ്ങളിലാണ് UDF. ഇതിൽ പ്രതിപക്ഷത്താരിക്കും എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. എന്തായാലും LDFന് ഇതിൽ പരം വേറൊരു നാണക്കേട് ഇനി തിരുവനന്തപുരത്ത് വരാനില്ല. തിരുവനന്തപുരത്തിന് മാത്രമല്ല, സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നാണക്കേട് ഇനി LDFന് വരാനില്ല. കാരണം 3-ാം സ്ഥാനത്തേക്ക് അടക്കം തള്ളിപ്പോകുമോ എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയായി നിൽക്കുന്നത്. UDF നില മെച്ചപ്പെടുത്തുന്നുണ്ട്. 16 ഡിവിഷനുകളിൽ LDF കൃത്യമായ ലീഡ് നേടിക്കൊണ്ടിരിക്കുകയാണ്. മായ, വളരെ പെട്ടെന്ന് നമുക്ക് സംസ്ഥാനത്തെ ആകെ ഒരു ചിത്രം നോക്കാം. സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളാണ് ആകെയുള്ളത്. അതിൽ 4 UDF മുന്നിട്ട് നിൽക്കുന്നു, 1 LDF മുന്നിട്ട് നിൽക്കുന്നു, 1 NDA. അത് തിരുവനന്തപുരത്താണ് NDA മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷൻ ആകെ LDFന് ആശ്വസിക്കാനുള്ള ഒരേ ഒരു കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് LDFൻ്റെ CPMൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും ശക്തമായ വെല്ലുവിളി UDF ഉയർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നു. മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ ആകെ 86 മുനിസിപ്പാലിറ്റി, അതിൽ 55 UDF മുന്നിട്ട് നിൽക്കുന്നു. ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലെങ്കിൽ ഇപ്പോൾ ഏകപക്ഷീയമായ രീതിയിൽ ഒരു ലീഡ് നിലയിലേക്ക് UDF പോയിരിക്കുന്നു. 27 LDF മുന്നിട്ട് നിൽക്കുന്നത്, 1 NDA മുന്നിട്ട് നിൽക്കുന്നു. NDA മുന്നിട്ട് നിൽക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. NDA മുന്നിട്ട് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകൾ 14 കഴിഞ്ഞ തവണ 12-2 എന്ന രീതിയിലായിരുന്നു. 1 അതായത് വയനാട് ഒപ്പത്തിനൊപ്പമായിരുന്നു. അവിടെ നറുക്കെടുപ്പിലൂടെയായിരുന്നു UDFന് ഭരണം ലഭിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ ജില്ലാ പഞ്ചായത്തുകളിൽ 6 എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ രീതിയിലൊരു മുന്നേറ്റം UDF നടത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 80 UDF മുന്നിട്ട് നിൽക്കുന്നു, 60 LDF മുന്നിട്ട് നിൽക്കുന്നു. അവിടെയും UDFൻ്റെ ആധിപത്യമാണുള്ളത്. 1 NDA മുന്നിട്ട് നിൽക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 941 ഗ്രാമപഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷമായിരുന്നു 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ UDF 1-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ലീഡ് നിലയിൽ 407 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് UDF ആണ്. 365 മാത്രമാണ് LDFന് ലീഡുള്ളത്. 26 NDA ലീഡ് ചെയ്യുന്നു. NDA നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ UDFൻ്റെ മികച്ച മുന്നേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. LDFന് കനത്ത തിരിച്ചടിയുമേറ്റിരിക്കുന്നു. തീർച്ചയായും സംസ്ഥാനത്തുടനീളം UDFൻ്റെ ഒരു ആധിപത്യം പലയിടങ്ങളിലും, അത് ഗ്രാമപഞ്ചായത്തുകളായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലായിക്കോട്ടെ, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ കോർപ്പറേഷനിലുമൊക്കെ UDFൻ്റെ ഒരു നിർണായകമായ ഒരു ശക്തി അത് തിരിച്ചു വരുന്നതായി നമുക്ക് കാണാം. ഇതിനിടയിൽ തലശ്ശേരി നഗരസഭ ചെള്ളക്കര വാർഡിൽ LDF സ്ഥാനാർത്ഥി കാരായി ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഫസൽ വധക്കേസ് പ്രതിയാണ്. കണ്ണൂരിൽ പലയിടങ്ങളിലും LDFന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസൽ വധക്കേസ് പ്രതിയായ കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭ ചെള്ളക്കര വാർഡിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നത്. ഈ കണ്ണൂരിൽ പലയിടങ്ങളിലും LDFന് നേരത്തെ കനത്ത ആഘാതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നിടപെടുകയാണ്. തിരുവനന്തപുരത്ത് 36 NDA അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. LDF 20 UDF 16. അതായത് 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നു. അൺഫിലിഡ് വിവരങ്ങൾ. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാവുന്ന ഒരു ഡെവലപ്മെന്റ് വന്നിരിക്കുകയാണ്. അതായത് NDA 36 ഇടങ്ങളിൽ മുന്നേറ്റം തുടരുമ്പോൾ LDFും UDFും ഏറെക്കുറെ പിന്നിൽ ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ, അതായത് LDF 20 UDF 16 കൃത്യമായ ഒരു കണക്കുകൂട്ടലിലേക്ക് LDF UDF ഇപ്പോൾ മുന്നിട്ട് കണക്കുകൂട്ടലിലേക്ക് അവർ എത്തി നിൽക്കുകയാണ്. അതായത് NDA കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ, തലസ്ഥാന കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ LDF UDF നേതാക്കൾ മെനയുകയാണ്. അതായത് LDF UDFും ഒരുമിച്ച് നിന്ന ഒരു ഇന്ത്യ സഖ്യം എന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു മുന്നണി രൂപീകരണം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മുന്നണി രൂപീകരണം എന്ന രീതിയിൽ LDFും UDFും കൈകോർത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെത്താനുള്ള നീക്കങ്ങളൊക്കെ അണിയറ ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത് ഏറെക്കുറെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം അതിനുള്ള സൂചന കൃത്യമായി നൽകിയിരിക്കുന്നു. എന്തൊക്കെ മുന്നേറ്റമുണ്ടായാലും NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ അവർക്ക് ഭരണത്തിലേറാനായി അനുവദിക്കില്ല. അതിനുള്ള എല്ലാ കരുക്കളും
നീക്കുമെന്ന് തന്നെയാണ് സണ്ണി ജോസഫ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ അണിയറ നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നു. LDF UDF ഒരു ഘട്ടത്തിൽ അങ്ങനെ NDA ഏത് വിധേനയും NDA അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന അല്ലെങ്കിൽ അധികാരത്തിൽ എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ LDF UDF കൈകോർക്കുന്ന ഒരു സാഹചര്യമാകും ഇനി തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചലനങ്ങൾക്കായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള തുടർ ചലനങ്ങൾ, തുടർ പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു റിസൾട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. അതിനുള്ള കൃത്യതയിലേക്ക് അല്ലെങ്കിൽ ആ നീക്കങ്ങളിലേക്ക് എത്ര തന്നെ ഫലം കാണും എന്നുള്ളത് ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. NDA ഇപ്പോൾ 36 NDAക്ക് വ്യക്തമായ ഭൂരിപക്ഷം 51 എന്ന നമ്പറിലേക്ക് NDA കടക്കുകയാണെങ്കിൽ 2ഉം 3ഉം സ്ഥാനത്ത് നിൽക്കുന്ന LDFനും UDFനും അവരുടെ കണക്കുകൂട്ടൽ അമ്പേ പാളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനപ്പുറത്തേക്കുള്ള നിലയിലേക്കാണ് വ്യക്തമായ ഭൂരിപക്ഷം ായി മാറുകയാണെങ്കിൽ ഉറപ്പാണ് LDF UDF കൈകോർത്തായിരിക്കും അവിടെ ഭരിക്കുക. അങ്ങനെയും അപ്പോഴും അവിടെ NDAക്ക് ഭരണത്തിലേറാനുള്ള എല്ലാ സാധ്യതകളും തടയാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് നീക്കം നടത്തുന്നത് LDFും UDFും. അവർക്കറിയാം അങ്ങനെ ഉയർന്നിരിക്കുകയാണെങ്കിൽ തലസ്ഥാന കോർപ്പറേഷനാണ് ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ അധികാരത്തിൽ വരുക എന്നതിനപ്പുറത്തേക്ക് തലസ്ഥാന കോർപ്പറേഷൻ BJP ഭരിക്കുകയാണെങ്കിൽ ഇനി 2026 കൃത്യമായൊരു 4 മാസം പോലുമില്ല. ഈ 3 മാസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും LDFനും UDFനും അത് കനത്ത ആഘാതമാകും. ഒരു തവണ ആഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് തിരുവനന്തപുരത്ത് NDA 38 അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലും പ്രധാനപ്പെട്ട കാര്യം ഇഞ്ചോടിഞ്ച് മത്സരം UDFും LDFും 2ാം സ്ഥാനത്തിന് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ്. അതേസമയം കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കാൻ NDAക്ക് പറ്റുമോ? ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷനിൽ ഭരണം നേടാൻ NDAക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ നിലവിൽ സ്ഥിരതയോടുകൂടിയുള്ളൊരു മുന്നേറ്റം NDAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. VV രാജേഷ് തിരുവനന്തപുരം കൊടുങ്ങാനൂർ വാർഡിൽ വിജയിച്ചു. BJPയുടെ ഒരു പ്രധാന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. മുന്നേറ്റം NDA തുടരുന്നുണ്ട്. അതേസമയം 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്.